ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ കൊല്ലത്തുള്ള സ്കോഡയുടെ ഷോറൂമിലാണ്. PPS സ്കോഡ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് PPS ആണ് ഈ ഒരു ഡീലർഷിപ്പ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം നമ്മുടെ കൊല്ലത്ത് ഈ ഒരു ഷോറൂമിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഇവിടെ സർവീസും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഷോറൂമിൻ്റെ പുറകിലായിട്ട് തന്നെ സർവീസ് സെൻറ്റർ വരുന്നുണ്ട്. അപ്പം നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊല്ലത്ത് സർവീസ് സെൻറ്റർ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പം PPS സ്കോഡയിലേക്ക് വന്ന സമയത്ത് അവിടെ സർവീസും എല്ലാ കാര്യങ്ങളുമായിട്ടാണ് അവർ ഈ ഒരു ഷോറൂം ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഈ ഒരു മാസം, അതായത് ഈ ഒരു ഏപ്രിൽ മാസത്തിലേക്ക് വരുന്ന സമയത്ത് സ്കോഡ എന്ന ബ്രാൻഡിൻ്റെ ഓഫർ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ സ്കോഡ എന്ന ബ്രാൻഡിന് വില കൂടുന്നുണ്ടോ, 24 മോഡൽ വാഹനങ്ങൾ അവൈലബിൾ ആണോ എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണ് സംസാരിക്കുന്നത്. അപ്പം ഇതിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് 24 മോഡൽ വാഹനങ്ങൾ അവൈലബിൾ ആണോ എന്നുള്ളത്. നിലവിൽ നമുക്ക് 24 മോഡൽ വാഹനങ്ങളൊന്നും നിലവിൽ നമുക്ക് സ്കോഡ എന്ന ബ്രാൻഡിൽ നമുക്ക് അവൈലബിൾ അല്ല. അതായത് PPS നമുക്ക് അവൈലബിൾ അല്ല. 25 മോഡൽസ് വാഹനങ്ങൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം അടുത്ത അറിയാനായിട്ടുള്ളത് പ്രൈസിനെ കുറിച്ചാണ്. പ്രൈസ് നമുക്ക് 3 മോഡൽസാണ് വരുന്നത്. സ്ലാവിയ വരുന്നുണ്ട്, കുഷാക്ക്, കൈലക്ക് എന്നിങ്ങനെ 3 മോഡൽസാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 3 മോഡൽസിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് പ്രൈസ് ഇൻക്രീസിനെ കുറിച്ച് യാതൊരു അപ്ഡേഷനും നിലവിൽ വന്നിട്ടുണ്ട്. അതായത് ഈ മാസം വാഹനങ്ങൾക്ക് ഒരു കാരണവശാലും പ്രൈസും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യുന്നില്ല. അത് എടുത്തു പറഞ്ഞേക്കാം. പക്ഷേ കൈലാക്കിലേക്ക് വരുന്ന സമയത്ത് അടുത്ത മാസം പ്രൈസ് കൂടാം എന്നൊരു റൂമർ ഇങ്ങനെ ചെറുതായിട്ട് പറയുന്നതായിട്ട് കേട്ടു. സ്ലാബിയോ കുഷാക്കിനൊന്നും യാതൊരുവിധ പ്രൈസ് ഇൻക്രീസും നമുക്ക് വരില്ല. അത് കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ മാസം സ്ലാബിയുടെ പ്രൈസ് കുറയ്ക്കുകയാണ് സ്കോഡ എന്ന ബ്രാൻഡ് ചെയ്തത്. അത് എടുത്തു പറഞ്ഞേക്കാം. പിന്നൊരു കാര്യം നമുക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ ഈ മാസം വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിനായിട്ട് ഏത് വാഹനമായാലും സ്ലാവിയായാലും കുഷാക്കായാലും കൈലാക്കായാലും 1 ഇയർ സർവീസ് പാക്കേജ് അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 1 ഇയറിനുള്ള സർവീസ് പാക്കേജാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത്. ഒന്ന്, സർവീസ് പാക്കേജ് അവർ കൊടുക്കുന്നുണ്ട്. അതേപോലെ പിന്നത്തെ ഒരു കാര്യം എന്താണ്, 24 മോഡൽ വാഹനങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് അവൈലബിൾ അല്ല. പിന്നൊരു കാര്യമാണ് പ്രൈസ് ഇൻക്രീസ്. നിലവിൽ 3 മോഡൽസാണുള്ളത്. അതിൽ കൈലാക്കിന് മാത്രം അടുത്ത മാസം പ്രൈസ് ഇൻക്രീസ് ആവും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു കേട്ടുള്ളൂ. മറ്റ് മോഡൽസൊന്നും പ്രൈസ് ഇൻക്രീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഇനി കണ്ടന്റിലേക്ക് വരാം. നമുക്ക് ആദ്യം ഓഫർ തന്നെ പറഞ്ഞു തുടങ്ങാം. അത് ഹൈലൈറ്റായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം കൈലാക്കിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. കൈലാക്കാണല്ലോ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ഒരു സെയിൽ റിപ്പോർട്ട് എടുത്താൽ തന്നെയും സ്കോഡ എന്ന ബ്രാൻഡിൻ്റെ ഏകദേശം 7000-ൽ പരം യൂണിറ്റുകളാണ് ഓൾ ഇന്ത്യ ലെവലിൽ വാഹനങ്ങൾ വിറ്റത്. അപ്പം ഈ ഒരു അടുത്ത സമയത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അത് വളരെ കൂടുതൽ തന്നെയാണ്. നേരത്തേക്ക് ഒരു 3500-4000 റേഞ്ചിൽ വിറ്റുകൊണ്ടിരുന്ന ബ്രാൻഡാണ് ഇപ്പം 7000 സംതിങ് എന്ന നമ്പറിലേക്ക് പോയത്. അത് നല്ലൊരു കുതിച്ചുചാട്ടം തന്നെ ആ ഒരു സ്കോഡ എന്ന ബ്രാൻഡിന് സംഭവിച്ചു. അതെന്തുകൊണ്ടാണ്? പുതിയ മോഡൽ വന്നു. അപ്പോൾ എല്ലാ ബ്രാൻഡും ചെയ്യേണ്ടത് എന്താണ്, മോഡൽസുകൾ കൊണ്ടുവരും. അപ്പോൾ ഹോണ്ട ആയാലും അല്ല റെനോ ആയാലും അവർക്കൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന നിസാൻ ആയാലും പുതിയ മോഡൽസ് വരുന്ന സമയത്ത് സെയിലും ഇൻക്രീസ് ആകും. അല്ല ഉള്ള മോഡൽ വെച്ചിട്ട് തന്നെ എത്ര നാൾ ഓടിക്കൊണ്ട് പോകും എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നിസാൻ എന്ന ബ്രാൻഡിന് ഉടനെ തന്നെ പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നമ്മൾ കണ്ടു. കൈലാക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ക്ലാസിക് എന്നതാണ് ഏറ്റവും ബേസ് മോഡൽ. സിഗ്നേച്ചർ പ്ലസ്, പ്രസ്റ്റീജ് എന്നിങ്ങനെയാണ് വേരിയൻസുകൾ പോകുന്നത്. 4 വേരിയൻസ് ആണെങ്കിൽ 3 വേരിയൻസിൽ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും ബേസ് മോഡലായ ക്ലാസിക്കിന് 941 ഓൺ റോഡ് വരുമ്പോൾ സെക്കൻഡ് വേരിയൻറ്റിന് 1140 ഓൺ റോഡ്, തേർഡ് വേരിയൻറ്റ് 1387 ഓൺ റോഡ് വരും. ഏറ്റവും ടോപ്പ് എൻഡ് 1623 മാനുവൽ വേരിയൻസിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് പതിപ്പാണെങ്കിൽ 1289 സിഗ്നേച്ചർ പ്ലസ് 15,08,000, പ്രസ്റ്റീജ് 1749 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 ലക്ഷത്തിനും 1.25 ലക്ഷത്തിനും ഇടയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൈലാക്ക് എന്ന വാഹനം നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. 7 വർഷം വരെ തിരിച്ചടവ് കാലാവധി കിട്ടുന്നുണ്ട്. പെർലാക്ക് EMI 1650 റേഞ്ചിലായിരിക്കും വരുന്നത്. പിന്നെ ഒരു കാര്യം കൈലാക്കിനെ കുറിച്ച് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, നമുക്ക് കുറച്ച് വേരിയൻസുകളും കുറച്ച് കളേഴ്സും ഫ്രീ സ്റ്റോക്ക് വാഹനങ്ങൾ കിടപ്പുണ്ട്. എല്ലാ വേരിയൻസും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നോർമലി നമുക്കൊരു വെയിറ്റിംഗ് പീരീഡ് 8 തൊട്ട് 16 ആഴ്ച വരെയാണ് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് നമുക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് PPSൽ കുറച്ച് ഫ്രീ സ്റ്റോക്ക് വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കൈലാക്ക് എന്ന വാഹനം ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണിച്ചൊരു നമ്പറിൽ വിളിക്കുക, വാഹനം ബുക്ക് ചെയ്യുക, പേയ്മെൻ്റ് ആക്കുക, ബില്ലടിക്കുക, കൊണ്ടുപോവുക. അത്ര മാത്രമേ ഉള്ളൂ പ്രൊസീജിയർ. അതായത് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ വാഹനം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളത്. ഇപ്പോൾ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ വാഹനമാണ്, അതുകൊണ്ട് ഓഫറും കാര്യങ്ങളൊന്നും അവർ നൽകില്ല. പിന്നെ 1-2 ഓഫറുകൾ നമുക്ക് കിടക്കുന്നത് സിഗ്നേച്ചർ പ്ലസ് മാനുവലിന് ഓഫർ നമുക്ക് കിടപ്പുണ്ട്. തേർഡ് വേരിയൻ്റ് അതിലേക്ക് ഓഫർ വരുന്ന സമയത്ത് ലോയൽറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫറോ നമുക്കൊരു 20,000 രൂപയായിട്ട് കൊടുത്തിട്ടുണ്ട്. ലോയൽറ്റി ഓഫർ എന്ന് പറയുന്നത് ഇപ്പോൾ സ്കോഡ വാഹനം തന്നെ വേണമെന്നൊന്നും ഇല്ല. ഫോക്സ്വാഗൻ്റെ ഏതെങ്കിലും വാഹനമായാലും മതി, അല്ല ഓഡി ആയാലും മതി, അല്ലെങ്കിൽ സ്കോഡ ആയാലും മതി. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഫോക്സ്വാഗൻ അണ്ടറിൽ വരുന്ന ഒരു ബ്രാൻഡിൻ്റെ വാഹനമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം
ഫോക്സ് വാഹനം ആയാലും വിഷയമില്ല, സ്കോഡ ആയാലും വിഷയമില്ല, ഓഡി ആയാലും വിഷയമില്ല. അപ്പോൾ ഏത് വാഹനമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഏതായാലും നിങ്ങൾക്ക് ആ ഒരു ലോയൽറ്റി ഓഫർ കിട്ടും. ലോയൽറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഓഫറും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിലേതെങ്കിലും ഒന്നേ കിട്ടും, രണ്ടും കൂടെ നമുക്ക് കിട്ടില്ല. പിന്നെ പ്രസ്റ്റീജിന് നമുക്ക് ഈ ഒരു സെയിം ഓഫർ തന്നെ വരുന്നുണ്ട്. 20,000 രൂപയാണ് ഒന്നെങ്കിൽ ലോയൽറ്റി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫർ. അത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വേറെ യാതൊരുവിധ ഓഫേഴ്സും കാര്യങ്ങളും ഇല്ല. അപ്പോൾ കൈലാക്കിനെ കുറിച്ച് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം 1 ഇയർ സർവീസ് പാക്കേജ് അവർ പ്രൊവൈഡ് ചെയ്യും. കൂടാതെ ഫ്രീ സ്റ്റോക്ക് വാഹനങ്ങൾ കുറച്ച് നമുക്ക് കിടപ്പുണ്ട്. 1-2 വേരിയൻസിനായിട്ട് അവർ ലോയൽറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫർ അവർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ് ആ ഒരു ഓഫർ കൊടുത്തിട്ടുള്ളത്. ഇനിയുള്ള മോഡലാണ് നമുക്ക് കുഷാക്ക് എന്ന് പറയുന്നത്. കുഷാക്കിലേക്ക് പറ്റിയ സമയത്ത് നമുക്ക് അടുത്ത മാസമോ അല്ലെങ്കിൽ ഈ മാസമോ പ്രൈസ് ഇൻക്രീസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇല്ല. ഏറ്റവും ബേസ് മോഡലായ ക്ലാസിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫറായിട്ടുള്ളത് ഇൻഷുറൻസ് ഡിസ്കൗണ്ട് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ക്യാഷ് ഓഫർ പോലെ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഏകദേശം ഒരു 10-35,000 രൂപ നമുക്കത് ഇൻഷുറൻസിനകത്ത് ഡിസ്കൗണ്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒനിക്സ് എന്ന വേരിയൻറ്റിലേക്ക് നമുക്ക് പൊക്കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഓഫർ ഒരു 30,000 വരുന്നുണ്ട്. ഈ ഒനിക്സ് എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് പതിപ്പിനകത്ത് ഓട്ടോമാറ്റിക്കാണ്. അതിനകത്ത് വേറെ മാനുവൽ ഒന്നുമില്ല. ഒനിക്സിൽ നമുക്ക് ഓട്ടോമാറ്റിക് മാത്രമേ കിട്ടുള്ളൂ. അത്യാവശ്യം ഫീച്ചേഴ്സ് കൂടി ഈ ഒരു കുഷാക്കിൻ്റെ അഫോർഡബിളായിട്ട് വാങ്ങാൻ പറ്റിയ ഓട്ടോമാറ്റിക് പതിപ്പാണ് ഒനിക്സ് എന്ന വേരിയൻറ്റ്. അത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. കാര്യം ഒരു 16-60 റേഞ്ചിലാണ് അതിന് ഓൺ റോഡ് വരുന്നത്. അത് പ്രൈസൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഒനിക്സിലെ ഓഫറിലേക്ക് വരുന്ന സമയത്ത് കോർപ്പറേറ്റ് ഓഫർ 30,000 പിന്നെ എക്സ്ചേഞ്ച് ബോണസ് 20,000 പിന്നെ ആ ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റ് ഏകദേശം ഒരു 35-40,000 രൂപ വരെ നമുക്ക് കിട്ടും. അത് മാത്രമാണ് ഓഫറായിട്ട് വരുന്നത്. വേറെ യാതൊരു ഓഫറും വരുന്നില്ല. ഇനി സിഗ്നേച്ചർ, സ്പോർട്ട് ലൈൻ, മോണ്ടി കാർലോ, പ്രസ്റ്റീജ് തുടങ്ങിയ തൊട്ടടുത്ത വേരിയൻറ്റുകളിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ വരുന്ന ഓഫർ കോർപ്പറേറ്റ് ഓഫർ 30, എക്സ്ചേഞ്ച് ബോണസ് 20, പിന്നെ ഞാൻ പറഞ്ഞ ഇൻഷുറൻസ് ബെനിഫിറ്റിന് 35,000-40,000 രൂപ റേഞ്ചിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പം കോർപ്പറേറ്റ് ഓഫർ തന്നെ 30 വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇൻഷുറൻസ് ബെനിഫിറ്റ് കൂടെ ആകുമ്പോൾ തന്നെ നമുക്ക് 10-75,000 രൂപ ക്യാഷ് ഓഫറായിട്ട് തന്നെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേ ഉള്ളൂ ഓഫർ. വേറെ ഓഫേഴ്സും കാര്യങ്ങളും ഒന്നും നൽകിയിട്ടില്ല. എല്ലാ മോഡൽസിനും സെയിം ഓഫർ തന്നെയാണ്. ഒരു വ്യത്യാസം വരുന്നത് ഏറ്റവും ബേസ് മോഡലായ ക്ലാസിക്കിന് മാത്രമാണ് ഓഫറിൽ ചെറിയൊരു വ്യത്യാസം അവർ നൽകിയിട്ട്. അത് ഇൻഷുറൻസ് ബെനിഫിറ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. പ്രൈസ് ക്ലാസിക് ആണെങ്കിൽ 13,46 വരും ഓൺ റോഡ്. അതിന് ശേഷമാണ് ഒനിക്സ് എന്ന വേരിയൻറ്റ് വരുന്നത്. അതിനൊരു 16,60 ഓൺ റോഡ് വരുന്നത്. ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. പിന്നുള്ളത് സിഗ്നേച്ചർ മാനുവൽ 18-13, സ്പോർട്ട് ലൈൻ മാനുവൽ 18-24, പിന്നെ പ്രസ്റ്റീജ് 20,20,000, മോണ്ടി കാർലോ 20,02,000 എന്നിങ്ങനെയാണ് പ്രൈസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും പ്രസ്റ്റീജിനെ കാട്ടി വില കുറവാണല്ലോ, മോണ്ടി കാർലോയ്ക്ക് പ്രൈസ് തെറ്റിയതാണോ എന്ന് വിചാരിക്കും. അല്ല, അങ്ങനെ തന്നെയാണ് പ്രൈസ് വന്നേക്കുന്നത്. ഇനി ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞു, ഓട്ടോമാറ്റിക്കിനകത്ത് ഒനിക്സ് വരുന്നുണ്ട് 16,60 സ്റ്റാർട്ടിങ്. സിഗ്നേച്ചർ ഓട്ടോമാറ്റിക് 19,78 വരും. അപ്പോൾ വ്യത്യാസം മനസ്സിലായോ? 16,60, 19,78, അത്രത്തോളം വ്യത്യാസം നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അഫോർഡബിളായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഒനിക്സ് കുഷാക്കിൻ്റെത്. പിന്നെ സ്പോർട്ട് ലൈൻ 19,89, മോണ്ടി കാർലോ 21,37, പ്രസ്റ്റീജ് 21,55 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡൗൺ പേയ്മെൻറ്റ് 1.5 ലക്ഷം രൂപയൊക്കെ വേണ്ടി വരും. ഈ ഒരു വാഹനത്തിന് 1.5 ലക്ഷം 2 ഇടയ്ക്ക് വരും ഡൗൺ പേയ്മെൻറ്റ്. 7 വർഷം വരെ തിരിച്ചടവ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പെർലാക്ക് EMI 1,650 റേഞ്ചിൽ അത്യാവശ്യം സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് കുഷാക്കിനെ കുറിച്ചൊന്നും പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. ഇനിയിപ്പോൾ ഉള്ളൊരു വാഹനം വേരിയൻറ്റ് വണ്ടി എന്ന് പറയുന്നത് സ്ലാവി എന്നതാണ് തൊട്ടടുത്ത വാഹനം. സ്ലാവിയുടെ വേരിയൻസ് പോകുന്നത് ക്ലാസിക്, സിഗ്നേച്ചർ, സ്പോർട്ട് ലൈൻ, പ്രസ്റ്റീജ്, മോണ്ടി കാർലോ എന്നിങ്ങനെയാണ് സ്ലാവി എന്ന വാഹനത്തിൻ്റെ വേരിയൻറ്റുകളും കാര്യങ്ങളും പോകുന്നത്. അതിൽ ക്ലാസിക് എന്ന ബേസ് മോഡലിന് ഓഫറോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഒരു മാറ്റം സംഭവിച്ചത് പ്രൈസ് കുറഞ്ഞിരുന്നു കഴിഞ്ഞ മാസം. അതായത് നേരത്തെ 10,69 കിടന്ന പ്രൈസ് അത് 10,34 അവർ മാറ്റിയിട്ടുണ്ട്. 10,30,000 രൂപയുടെ വ്യത്യാസം അവിടെ വന്നു. 35,000 രൂപ വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെ ഇൻഷുറൻസിനകത്ത് കുറവ് വരും, ടാക്സിനകത്ത് കുറവ് വരും. 10,40,000 രൂപയ്ക്ക് അടുത്ത് ബെനിഫിറ്റ് ഇപ്പോൾ കസ്റ്റമർക്ക് കിട്ടുന്നുണ്ട്, നേരത്തെ എടുത്ത ആളുകളെയും കാട്ടി കൂടുതൽ. പിന്നെ സിഗ്നേച്ചർ എന്ന വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ബെനിഫിറ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഏകദേശം ഒരു 35,000 മുതൽ 40,000 രൂപ വരെ നമുക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. വേറെ യാതൊരു ഓഫറും വരുന്നില്ല. ഇനി സ്പോർട്ട് ലൈൻ ആണ് എന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഓഫർ 30 വരുന്നുണ്ട്, എക്സ്ചേഞ്ച് ബോണസ് 20 വരുന്നുണ്ട്. പിന്നെ ആ പറയുന്ന ഇൻഷുറൻസ് ബെനിഫിറ്റ് 35,000 മുതൽ 40,000 രൂപ വരെ വരുന്നുണ്ട്. വേറെ വേരിയൻറ്റുകൾ ഇനി വരുന്നത് പ്രസ്റ്റീജ്, മോണ്ടി കാർലോ ആണ്. വേറെ കോർപ്പറേറ്റ് ഓഫറോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് ഒന്നും തന്നെ പ്രസ്റ്റീജിനും മോണ്ടി കാർലോയ്ക്കും ഇല്ല. ആകെയുള്ള ഒരു ഓഫർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ബെനിഫിറ്റ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി പ്രൈസ് വരുന്നത് ക്ലാസിക് ആണെങ്കിൽ 12,72 വരും ഓൺ റോഡ്, സിഗ്നേച്ചർ ആണെങ്കിൽ 16,68 വരും ഓൺ റോഡ്, സ്പോർട്ട് ലൈൻ ആണെങ്കിൽ 16,79 വരും ഓൺ റോഡ്, പ്രസ്റ്റീജ് 19,31 വരും ഓൺ റോഡ്, മോണ്ടി കാർലോ 19,09,000 രൂപയും ഓൺ റോഡ് വരും. ഇനി ഓട്ടോമാറ്റിക് പതിപ്പാണെങ്കിൽ സിഗ്നേച്ചർ 18,26, സ്പോർട്ട് ലൈൻ 18,12, പ്രസ്റ്റീജ് 20,66, മോണ്ടി കാർലോ 20,44 ഓൺ റോഡ് വരും. നമുക്കൊരു 1.5 ലക്ഷം രൂപയെങ്കിലും മിനിമം ഡൗൺ പേയ്മെൻറ്റ് ഈ വാഹനം സ്ലാവി എന്ന വാഹനം എടുക്കണമെങ്കിൽ വരും.
7 വർഷം വരെ ലോൺ സൗകര്യം കിട്ടും. 1650 റേഞ്ചിലാണ് പെർ ലാക്ക് EMI നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്കോഡ എന്ന ബ്രാൻഡിൽ ഈ മാസം നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൈലാക്ക് എന്ന വാഹനം നമുക്ക് ഫ്രീ സ്റ്റോക്കായിട്ട് കിടപ്പുണ്ട്. കുറച്ച് വാഹനങ്ങൾ നമുക്ക് കിടപ്പുണ്ട്, അത് എടുത്ത് പറയാം. പിന്നെ സർവീസ് പാക്കേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ഇൻക്രീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു മാസം നമുക്ക് ഇല്ല. അത് സ്ലാവിയയ്ക്കോ ഉഷാക്കിനോ ഒന്നും ഒരു തരത്തിലുള്ള ഇൻക്രീസ് നമുക്ക് വരില്ല. പിന്നെ കൈലാക്കിന് അടുത്ത മാസം ഇൻക്രീസ് ആകും എന്നൊരു ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഉറപ്പല്ല, ഇങ്ങനെ പറഞ്ഞ് കേട്ടത് മാത്രമാണ്. പിന്നെ 24 മോഡൽ വാഹനങ്ങളൊന്നും തന്നെ നമുക്ക് കിടപ്പില്ല. ഓഫർ വളരെ കുറവാണെന്ന് തന്നെ പറയാം. പേരിന് കുറച്ച് ഓഫർ നൽകിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ബെനിഫിറ്റ് ഉള്ളത് ഇൻഷുറൻസ് ബെനിഫിറ്റ് മാത്രമേ ഒരു കസ്റ്റമർക്ക് കിട്ടുന്നുള്ളൂ. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ കോർപ്പറേറ്റ് ഓഫറും കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടൊന്നുമില്ല. സ്കോഡ വാഹനം എടുക്കുന്നവർക്ക് എന്താ പറയുക, ഈ ഓഫറുകൾ കൂടി തന്നെ വാഹനം സ്വന്തമാക്കുക. കാര്യം വേറെ ഓഫറൊന്നും വരെ നൽകിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.